അങ്ങനെ ഗ്രാജുവേഷൻ സെറമണി അങ്ങനെ ഗ്രാൻഡ് ആയിട്ട് തുടങ്ങിയിട്ട ഗൈസ്. അപ്പൊ ഞങ്ങളെല്ലാരും സീറ്റഡ് ആയി. അപ്പൊ അങ്ങനെ പ്രൊസഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ പിങ്ക് വള്ളിയിട്ട് തൊപ്പിയും വെച്ച് വരണ കണ്ടില്ലേ, അതാണ് നമ്മുടെ മുതല്. ഗ്രാജുവേറ്റ് അതിന്റെ അഹങ്കാരം ഒന്നും ഇല്ല കേട്ടോ ചെക്കന്. മുഖം നോക്കിയന് എന്തൊരു വിനയാണ്. ചാറ പറയാന്ന് ലെഫ്റ്റിന്ന് റൈറ്റിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കണ ചെക്കന് സർട്ടിഫിക്കറ്റ് കിട്ടണ ഷോട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിലും ചെക്കൻ തൊപ്പിയും വെച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങി വരുന്ന മാസ് എൻട്രി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെക്കനും അവന്റെ പിള്ളേർക്കും ഫൈനലി കിട്ടിയിട്ട ഗൈസ്. പിന്നെ നമ്മുടെ ഫൈസൽ ഭയ്യ ജൽദി പറഞ്ഞ തന്നെ പെട്ടെന്ന് തന്നെ അവിടുന്ന് റിട്ടേൺ ഇറങ്ങി ഗൈസ്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ഉള്ള ക്ലൈമറ്റ് ആയിരുന്നില്ല കേട്ടോ. റിട്ടേൺ നല്ല ഉഷാറ് മൂടായിരുന്നു. കോടൊക്കെ ഇറങ്ങി ഓഫ് അസാധ്യായിരുന്നു. പോയി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായി. ഫൈസൽ ഭായി എങ്ങനെയൊക്കെ തട്ടിമുട്ടി ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു. മല കയറുന്ന സമയത്ത് അമ്മയ്ക്ക് സൈഡിൽ നിന്ന് വെള്ളം ചാടി വരുന്നൊക്കെ ഒന്ന് കാണാനുള്ള വിഷമായിരുന്നു. തിരിച്ചു പോകുമ്പോ ഇജാതി മഴ. അമ്മേരെ ആ വിഷമം അങ്ങോട്ട് മാറി കിട്ടി. മഴ കുറച്ച് കനത്തപ്പോ മണ്ണിടിഞ്ഞ് ഫുള്ള് ഞങ്ങള് ലോക്കായി ഗൈസ്. അങ്ങനെ മണ്ണിടിഞ്ഞ് ഡാർക്കായ സ്ഥലം ഒരു വിധത്തിൽ ഞങ്ങൾ അങ്ങോട്ട് കടന്നു ഗൈസ്. പിന്നെ ടൗണിലെത്തി ഒരു ചായയൊക്കെ കുടിച്ച് ഛത്രപതി ശിവാജി അണ്ണന് ഒരു സലാം പറഞ്ഞ് നേരെ ഹോട്ടലിലേക്കാണ് വിട്ടത്. റാഫിയുടെ ഒരു ഗ്രാൻഡ് ചെലവ് തരാനായിട്ട് ഒരു സെറ്റപ്പ് ഹോട്ടലിലേക്ക് തന്നെയാട്ടാ ഞങ്ങളെ കൊണ്ടുവന്നു. ലൈവ് ഞണ്ടും പല സൈസ് മീനും കണ്ട് എല്ലാരും ഇങ്ങനെ അതിശയിച്ചിരിക്കുന്ന സമയത്ത് റാഫിയുടെ എന്തോ ഹിന്ദിയിൽ ചറപറാന്ന് പറഞ്ഞ എന്തോ ഓർഡർ ചെയ്തു. അങ്ങനെ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് കുറെ ഐറ്റംസ് അങ്ങോട്ട് വന്നു. പിന്നെ ഞാനും റാഫിയേട്ടന് ലക്ഷപ്രഭുക്കൾ പഠിക്കുന്ന സിംബിയോസിസ് കോളേജും കണ്ട്. അപ്പിനി നെക്സ്റ്റ് വീഡിയോയിൽ ബൈ ബൈ.